ഗൈസ്, കാൽപന്ത് ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സ്പെയിൻ വേഴ്സസ് ജർമ്മനിയാണ്. അപ്പൊ നമ്മോടൊപ്പം വീഡിയോയിൽ ജോയിൻ ചെയ്യുന്നത് ഡെത്ത്, ഫർദീൻ ആൻഡ് രോഹിത്. വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഈ ടൂർണമെന്റിലെ തന്നെ ഏറ്റവും മികച്ച രണ്ട് ടീമുകൾ, ടൂർണമെന്റിലെ വിന്നർ ആവാൻ, ചാമ്പ്യൻ ആവാൻ ഏറെ സാധ്യതയുണ്ടായിരുന്ന രണ്ട് ടീമുകൾ നേർക്കുനേർ വന്നിരിക്കുകയാണ്. സ്പെയിൻ വേഴ്സസ് ജർമ്മനി. ഈ മത്സരത്തെ എങ്ങനെ കാണുന്നു രോഹിത്? ഈ മാച്ച് അഭിപ്രായത്തില് ഈ യൂറോ കപ്പിന്റെ ഫൈനലിനേക്കാളും കൂടുതൽ ഫാൻസ് കാത്തിരിക്കുന്ന ഒരു മാച്ചായിട്ട് തന്നെ പറയാം. രണ്ട് പവർ പാക്ഡ് ടീംസ് എന്ന് തന്നെ പറയാം, ജർമ്മനി വേഴ്സസ് സ്പെയിൻ. ഈ യൂറോ കപ്പ് വരുന്നതിന്റെ മുമ്പിലെ ഫാൻസ് തന്നെ എല്ലാവരും എഴുതി തള്ളി വിട്ടിട്ടുള്ള രണ്ട് ടീമുകൾ. ഫസ്റ്റ് മാച്ച്, ഗ്രൂപ്പ് സ്റ്റേജ് മാച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ആകാംക്ഷയോടുകൂടി ഈ രണ്ട് ടീമുകളുടെ മാച്ചുകൾ ഇരുന്ന് കണ്ടുവന്നേരെ. ഇത്രയും പ്രതീക്ഷ വന്നിട്ടുണ്ട് അവരുടെ തന്നെ ഫാൻസ്. അപ്പോ എന്തായാലും ഒരു അടിപൊളി മാച്ച് തന്നെ ആയിരിക്കും. പിന്നെ ഇതിൽ പ്രഡിക്ഷൻസ് ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള മാച്ചാ. ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം. ജർമ്മനിയുടെ മിഡ്ഫീൽഡ്, അതുപോലെ സ്പെയിന്റെ അറ്റാക്ക്. സ്പെയിന്റെ രണ്ട് ക്രാങ്ങളായിട്ടുള്ള നിക്കോ വില്യംസും ലമീൻ യമാലും കൂടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പണ്ടൊക്കെ എംബാപ്പേനെ പറയുന്ന പോലെ മനം കവർന്ന് ലമീൻ യമാൽ, മനം കവർന്ന് നിക്കോ വില്യംസ്. അതേപോലെ ജർമ്മനിയുടെ സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ മിസാലയും ഫ്ലോറിയൻ വേർഡ്സും ആ ഒരു ഫാൻസിന്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യങ്സ്റ്റേഴ്സ് ബാറ്റിലാണ് ഇത്. ഒരു ടാലന്റഡ് ആയിട്ടുള്ള 4 യങ്സ്റ്റേഴ്സ് തമ്മിൽ ഫേസ് ടു ഫേസ് വരുന്ന ഒരു ബാറ്റിലായിട്ടാണ് നമുക്ക് ഈ ഒരു മാച്ചിനെ കാണാൻ പറ്റുക. ബാക്കി എല്ലാത്തിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പല പ്ലേയേഴ്സിനും രണ്ട് ടീമിലുണ്ട്. പക്ഷെ എല്ലാവരും ഉറ്റു നോക്കുന്ന ഈ ഒരു 4 പ്ലേയേഴ്സിനെ ആയിരിക്കും. അപ്പോ രോഹിത് പറഞ്ഞതുപോലെ തന്നെ തീർത്തും ഇതെന്താ ഒരു യങ്സ്റ്റേഴ്സിലേക്ക് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മാച്ച് തന്നെയാണ്. അപ്പോ സ്പെയിനിന്റെ സ്പെയിന്റെ നമ്മൾ കണ്ടുവന്ന ആ ഒരു ടാക്ടിക്സ് ഒക്കെ മാറ്റി പിടിച്ച് അടിപൊളിയായി മോഡേൺ ഫുട്ബോൾ പേസി ഗെയിം ഒക്കെ ആയിട്ടാണ് ഇപ്രാവശ്യം സ്പെയിൻ കളിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു അറ്റാക്കിനെ പ്രതിരോധിക്കാൻ മാത്രമുള്ള ഡിഫൻസ്, റുഡിഗറൊക്കെ അടങ്ങുന്ന ഡിഫൻസ് ജർമ്മനിക്കുണ്ടോ ഫർദീൻ? തീർച്ചയായും. ജർമ്മൻ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ സോളിഡ് ഡിഫൻസ് തന്നെയാണ്. സ്പെയിനെ പോലെ തന്നെ നല്ല സോളിഡ് ആയിട്ടുള്ള ഡിഫൻസ് ആണ്. കഴിഞ്ഞ മാച്ച് കണ്ടിട്ട് ജർമ്മനിയെ ഡെൻമാർക്കായിട്ടുള്ള മാച്ച് കണ്ടിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റും. കാരണം ആ ജോണതൻ ടാ ഉണ്ടായിരുന്നു. അവരുടെ ബെസ്റ്റ് നമുക്കൊന്ന് റൂഡിഗറെക്കാളും സോളിഡ് ആയിട്ടുള്ള ഡിഫൻഡർ നമുക്കൊന്ന് താണ്. ഇപ്പൊ റൂഡിഗറും താവും മിഡിൽ സ്റ്റാർട്ടും കിമ്മിച്ചും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല സോളിഡ് ഡിഫൻസീവ് ലൈനാണ്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആകാംക്ഷയുള്ളത് വിങ് ബാക്സും വിങ്ങേഴ്സും തമ്മിലുള്ള ബാറ്റിലാണ്. മെയിൻ നിക്കോ വില്യംസ്, ലമീൻ യമാൽ സ്റ്റാർസ് ഓഫ് ടൂർണമെന്റ് പറഞ്ഞ പോലെ അവർ ഏറ്റവും മികച്ച ഫോം, ഏറ്റവും രണ്ട് എടുത്ത് കവർ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് വിങ്ങേഴ്സ് ആണ്. സ്പെയിൻ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് വിങ്ങേഴ്സ് ആവാനുള്ള പ്രോസ്പെക്ട് രണ്ട് പ്ലേയേഴ്സ് ആണ്. അപ്പൊ അവരും മിഡിൽ സ്റ്റാർട്ടും കിമിച്ചും തമ്മിലുള്ള ബാറ്റിലാണ് കാണാനുള്ളത്, നമുക്ക് വെയിറ്റ് ചെയ്യുന്നുള്ളത്. പിന്നെ കിമിച്ച് ഡിഫെൻസീവ്ലി പേസി പ്ലേയേഴ്സിനെ കുറച്ച് വൾണറബിൾ ആണ്, നമുക്ക് അറിയാലോ പൊതുവെ. അപ്പൊ എങ്ങനെ നിക്കോ വില്യംസിനെ കിമിച്ച് ഫേസ് ചെയ്യുന്നു? എനിക്ക് തോന്നുന്നു ലമീൻ യമാലിനായിരിക്കും കൂടുതൽ ചാലഞ്ച് നിക്കോ വില്യംസിനെക്കാളും. മിഡ് സ്റ്റാർട്ട് ഓവറോൾ നല്ല ബാലൻസ്ഡ് വിങ് ബാക്ക് ആണ്. പക്ഷെ കിമിച്ച് അങ്ങനെയല്ല, കിമിച്ചിന് കുറച്ച് ഡ്രോബാക്സ് ഉണ്ട് വിങ് ബാക്ക് എന്നില്ല. അതുകൊണ്ട് തന്നെ വിങ് ബാക്സ് നല്ലൊരു ബാറ്റിൽ തന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ നേരെ തിരിച്ചാണെങ്കിലും സ്പെയിന്റെ വിങ് ബാക്സും ഇവിടെ വിങ്ങേഴ്സും വേർഡ്സോ സാനെ ആരും സ്റ്റാർട്ട് ചെയ്യുന്ന ഉറപ്പായില്ല. എനിക്ക് തോന്നുന്നത് സാനയ്ക്കും ചാൻസ് ഉണ്ട്. കാരണം ആ ഒരു വിങ് എക്സ്പ്ലോർട്ട് ചെയ്ത് കളിക്കാനുള്ള എബിലിറ്റി ഉള്ള സാധനമാണ്. ഓഫ് കോഴ്സ് വേർഡ്സ് ഒരു ഫാൾസ് വിങ്ങർ പോലുള്ള പ്ലെയർ ആണ്, ക്രിയേറ്റർ ആണ്. ഇപ്പോ ഈ മുസിയാല വേഴ്സസ് കാർവാലോ ലെജൻഡറി പ്ലെയർ ആണ്. ഇപ്പോ വൺ ഓഫ് ബെസ്റ്റ് കരിയർ സീസൺ കഴിഞ്ഞാണെങ്കിൽ ഏജഡ് ആണ്. ഇപ്പോ മുസിയാലൊക്കെ എത്രത്തോളം എക്സ്പ്ലോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് മാക്സിമം നാഗ്ൽസ്മാൻ മുസിയാലിനെ വെച്ചായിരിക്കും കളി മുന്നേറ്റം ഉണ്ടാകാൻ ശ്രമിക്കുക. പിന്നെ ക്രൂസ്, രണ്ട് ടീമിന്റെ ടെമ്പോ കൺട്രോൾ ചെയ്യുന്ന പ്ലേയേഴ്സ് ആണ് റോഡ്രിയും ക്രൂസ്. ഇവരുടെ പെർഫോമൻസും കൂടി ക്രൂഷ്യൽ ആയിട്ട് വരും. ഓക്കെ, ഇനി ഡെത്തിലേക്ക് വന്നാൽ ഡെത്ത് ഈ കളി എങ്ങനെ നോക്കി കാണുന്നു? ഇത് ഈ ടൂർണമെന്റില് ഫൈനലിന് പകരം ഏറ്റവും എക്സൈറ്റ്മെന്റ് ഉണ്ടാകുന്ന ഈ ഒരു മാച്ചിനായിരിക്കും. ഇനിയിപ്പോ ആര് ഫൈനലിൽ എത്തിയാലും ഈ ഒരു ലെവൽ ഓഫ് എക്സൈറ്റ്മെന്റ് ഒരു ന്യൂട്രൽ ഫാൻസിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല.
കാരണം രണ്ട് ബെസ്റ്റ് ഫുട്ബോൾ ടീംസ് ആണ്. ലൈക്ക് യൂറോപ്പിലെ കോണ്ടിനെന്റ്സിൽ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ടീമാണ് ഏറ്റവും എക്സൈറ്റിംഗ് ഫുട്ബോൾ കളിക്കുന്നത്. അതുപോലെ രണ്ടുപേരെ മെയിൻ റീസൺസ് യങ്സ്റ്റേഴ്സ് ആണ്. മൂസിയാല, ഉറിച്ച്, പിന്നെ ലമീൻ, പെഡ്രി, നീക്കോ എന്നിവ സ്പെയിനിന്റെ സൈഡിൽ നിന്ന്. ഇവരൊക്കെ വെച്ച് നോക്കുമ്പോൾ അപ്പർ ഹാൻഡ് ജർമ്മനിക്കാണുള്ളത്. കാരണം അവർക്കൊരു ബാലൻസ്ഡ് സ്ക്വാഡ് ഉണ്ട്. സ്പെയിനിന് മിഡ്ഫീൽഡിലൊക്കെ ഡെപ്ത് ഉണ്ടെങ്കിലും അവർക്ക് അറ്റാക്കിൽ ഡെപ്ത് കുറവാണ്. ഒരു പ്രൊഫൈലിംഗിന്റെ ലാക്ക് ചെയ്യുന്നുണ്ട്. ഫെറാനും, ഒയാർസബാലും, പിന്നെ ഓൾമോ, അയോസയൊക്കെ ഉള്ളത്. അവര് എന്താ ലമീനെ, നിക്കോനെ പോലത്തെ പ്ലേയേഴ്സ് അല്ല. അപ്പം ജർമ്മനിക്ക് അതിലൊരു അപ്പർ ഹാൻഡ് ഉണ്ട്. അവർക്ക് പിന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൊഫൈൽസ് ഉണ്ട്. ഒരേപോലത്തെ പ്രൊഫൈൽസ് ഇല്ല. ടാക്ടിക്കലി അവർക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാവുന്ന മാച്ച് ആയിരിക്കും ഇത്. പക്ഷേ സ്പെയിനിന് സ്റ്റിൽ കളി കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിലും ഇതൊരു ക്ലോസ് മാച്ചാണ്. നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. ഒരു സ്റ്റേജിൽ ഇപ്പോൾ ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് ജർമ്മനിന്റെ ബെഞ്ച് സ്ട്രെങ്ത് കാരണം അവർക്ക് ഈ ഒരു മാച്ചിൽ അപ്പർ ഹാൻഡ് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, രണ്ട് ടീമും വെൽ ബാലൻസ്ഡ് ആയി നിൽക്കുമ്പോൾ ഗോൾ കീപ്പറിന്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. അപ്പോൾ ഗോൾ കീപ്പേഴ്സിന്റെ ഇമ്പോർട്ടൻസ് എന്തുമാത്രമായിരിക്കും ഈ കളി? എനിക്ക് തോന്നുന്നു ന്യൂ ഇയർ ഈ ഒരു മാച്ചിലും ഈ ടൂർണമെന്റിൽ ആൾക്ക് എണ്ണം പറയാനുള്ള സേവ്സ് ഉണ്ട്. ക്രൂഷ്യൽ സേവ്സ് വന്നിട്ടുണ്ട്. അധികം മീഡിയ കവറേജ് കിട്ടാത്ത സേവ്സും ഈ ടൂർണമെന്റിൽ വന്നിട്ടുണ്ട്. ആൾ അത്രയും ഫോമിലാണ്. ഈ ഒരു 39-38 വയസ്സായിട്ടും ഈ ഒരു ഫോം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ വളരെ കടുപ്പാണ്. പിന്നെ ആൾക്ക് ബോൾ ഹാൻഡിലിങ്ങും അടിപൊളിയായതുകൊണ്ട് ഒരു സൂപ്പർ കീപ്പർ എന്നുള്ള ലെജൻഡറി കീപ്പർ ആയതിന്റെ എല്ലാ ക്വാളിറ്റിയും ന്യൂ ഇയർ ഇപ്പോഴും കാണിക്കുന്നുണ്ട്. ഇപ്രാവശ്യം ടെർ സ്റ്റെഗനെ സ്റ്റാർട്ട് ചെയ്യാതെ കുറെ വിമർശനം നേരിട്ട് അതിനല്ലോ മറുപടി നേരിടുന്ന ഒരു പെർഫോമൻസ് ന്യൂ ഇയറിന്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഊണായി സൈമൺ ആണെങ്കിൽ ആളൊരു നല്ല ഡിസ്ട്രിബ്യൂട്ടർ ആണ്. പക്ഷെ ന്യൂ ഇയറിന്റെ ആ ഒരു ലെവൽ ഓഫ് ഷോർട്ട് സ്റ്റോപ്പിംഗ് ഒന്നും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ജർമ്മനി മൊമെന്റ്സ് സ്കോർ വരുമ്പോഴേക്കും ചെയ്യാൻ അറിവ് ന്യൂ ഇയർ തന്നെ അവിടെ രക്ഷകനായിട്ട് ഉണ്ടാവുള്ളൂ. അതെ, ന്യൂ ഇയർ തന്നെയായിരിക്കും അവിടെ രക്ഷകനായിട്ടുണ്ടാവുക. അപ്പർ ഹാൻഡ് അവിടെയും ജർമ്മനിക്കാണ്. ഓക്കെ, ഇനി നമ്മൾ ഒരുപാട് പേരുകളുണ്ട്. ഒരുപാട് പ്ലേയേഴ്സിനെ ലോകം ഒന്നടങ്കം ഉറ്റുനോക്കുകയാണ്. അപ്പോൾ ഒരു വൈൽഡ് ആയിട്ടുള്ള ഒരു ഗസ് നോക്കിയാൽ കളിയിലെ മാൻ ഓഫ് ദ മാച്ച് ആരായിരിക്കും, രോഹിത്? എല്ലാരും ഇപ്പോ പല പല ഒപ്പീനിയൻ ഉണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നു എന്റെ ഒരു പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂല് സ്പെയിന് എങ്ങനെയെങ്കിലൊക്കെ ഒരു മാർജിൻ ലൈക്ക് 2-1 ഒരു 1 ഗോൾ മാർജിനിൽ അവർ ജയിച്ചിട്ട് ഫാബിയൻ റൂയിസ് ആയിരിക്കും അവരൊരു പിവട്ടൽ റോള്, ഒരു ഗെയിം ചേഞ്ചർ എന്ന് പറയാനുള്ളത്. കാരണം റോഡ്രി അവിടെ ഇന്റർസെപ്ഷൻസും അതുപോലെ തന്നെ മാൻ മാർക്കിങ് അവരെ ഒരു ഫ്ലോ കൺട്രോൾ ചെയ്യുന്നതിൽ ബിസി ആയിരിക്കും. പെഡ്രി അവിടെ ചാൻസ് ക്രിയേഷൻ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ബിസി ആയിരിക്കും. അതിന്റെ ഇടയിൽ ഒരു ബോക്സ് ടു ബോക്സ് റോള് കളിച്ച് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്. അതുപോലെ തന്നെ ടാക്ലിങ് ഓടി നടന്ന് കളിച്ച് സ്പെയിന്റെ ഒരു ഹാർട്ടായിട്ട് കളിക്കാൻ പറ്റിയ ഒരു പ്ലെയർ ആണ് ഫാബിയൻ റൂയിസ്. നമുക്ക് ഈ യൂറോ കപ്പിൽ തന്നെ ഏറ്റവും കൂടുതൽ ടാക്കിൾസ് നടത്തിയതും ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്ത മിഡ്ഫീൽഡർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫാബിയൻ റൂയിസ് ആയിരിക്കും അതിൽ ഫസ്റ്റ് ഉണ്ടാവും. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ബോക്സ് ടു ബോക്സ് റോളില് ഫാബിയൻ റൂയിസ് ആയിരിക്കും മിക്കവാറും ഈ ഗെയിമിലൊരു ഗെയിം ചേഞ്ചർ എന്ന് പറയാൻ എനിക്ക് എന്റെ അഭിപ്രായത്തിലുള്ളത്. ഓക്കെ, ഗെയിം ഹീറ്റഡ് ആയി വരും തോറും മിഡ്ഫീൽഡ് ബാറ്റിൽ ആര് വിജയിക്കുന്നുവോ അവർക്കായിരിക്കും കളിയുടെ ഗതി നിർണ്ണയിക്കുക, കളിയുടെ വിജയം. അപ്പോ ഫാബിയാൻ റൂയിസും പെഡ്രിയും റോഡ്രിയും അടങ്ങുന്ന മിഡ്ഫീൽഡ് ജർമ്മനിയെ കമ്പയർഡ് ടു ജർമ്മനി ഈവൻ ഫാർ ബെറ്റർ അല്ലേ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പോ ജർമ്മനിന്റെ മിഡ്ഫീൽഡ് ഇപ്പൊ എനിക്ക് തോന്നുന്നു അവര് സ്ഥിരമായിട്ട് വരുന്ന തന്നെ ഒരു 4-2-3-1 സെറ്റപ്പിലായിരിക്കും. അപ്പൊ ആ ഒരു 4-2-3-1 നോക്കുമ്പോൾ അവർക്ക് ഒരു 5-man മിഡ്ഫീൽഡ് ആയിരിക്കും ലിറ്ററലി വരിക. അതില് സാനേനെ ഒരു പ്യൂർ വിങ്ങർ ആയിട്ടും വേർഡ്സിന് ഒരു ഷാഡോ സ്ട്രൈക്കർ അല്ലെങ്കിൽ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ പോലെയും മ്യൂസിയാലേനെ ലെഫ്റ്റ് വിങ്ങർ ആയിട്ടായിരിക്കും മിക്കവാറും യൂസ് ചെയ്യാൻ ചാൻസ്.
ഒരു ലെഫ്റ്റ് മിഡ്ഫീൽഡർ പോലെ. അപ്പോ ഇൻവേർട്ടർ വിങ്ങർ ടൈപ്പ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു സെറ്റപ്പ് ആയിരിക്കും മിക്കവാറും. അപ്പൊ അങ്ങനെ ഒരു ഇത് നോക്കുമ്പോൾ മിഡ്ഫീൽഡിൽ എങ്ങനെ പോയാലും ഒരു അപ്പർ ഹാൻഡ് ജർമ്മനിക്ക് തന്നെയായിരിക്കും വരിക. പക്ഷേ അതായത് ജർമ്മനിന്റെ വരുന്ന വെച്ച് കഴിഞ്ഞാല് നാല് പേര് എങ്ങനെയായാലും മിഡ്ഫീൽഡിലേക്ക് വരും. മിസൈലിന് ഒരു ഇൻവേർട്ടഡ് വിങ്ങർ കൈൻഡ് ഓഫ് പ്ലെയർ ആയിട്ട് കണക്കൂട്ടി കഴിഞ്ഞാൽ ബേർഡ്സ് വന്നു, ഇവിടെ ആൻഡ്രിച്ച് വന്നു, അതുപോലെ ക്രൂസ് വന്നു, പിന്നെ മിസാല വന്നു. അങ്ങനെ ഒരു 4 പേരുടെ ഗുണ്ടോഗൻ അവർക്ക് ഗുണ്ടോഗാനും വന്നു കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഒരു ലിറ്ററലി ഒരു 4-5 പേരുടെ ഒരു സ്റ്റാഗ്ഡ് ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡ് അവർക്ക് കിട്ടും. അതും എല്ലാവരും സിമിലർ പ്രൊഫൈലാണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പല ആൾക്കും പല എബിലിറ്റീസ് ഉള്ള പ്ലേയേഴ്സാണ്. ക്രൂസിന് ആ ഒരു ടെമ്പോ കൺട്രോൾ ചെയ്യാൻ, ഗുണ്ടോഗാന് ലിറ്ററലി ഏതൊരു ആംഗിളിൽ നിന്നും ഷോട്ട് എടുത്ത് ഗോളാക്കാൻ കഴിവുള്ള ഒരു പ്ലെയർ ആണ് ഇൽക്കെ ഗുണ്ടോഗാൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയർ. അതുപോലെ മ്യൂസിയാല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബേസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഇല്ലാണ്ടാക്കി കളയാനുള്ള എബിലിറ്റി ഉള്ള ആളാണ് ഡിഫൻഡേഴ്സിന്. വേർഡ്സിന്റെ കേസ് ആണെങ്കിൽ വേർഡ്സ് ഒരു ലിറ്റിൽ മെജീഷ്യൻ പോലെയാണ്. അപ്പോ അവിടെ സാനയാണെങ്കിൽ പിന്നെ സാനേനെ പറയണ്ട. സാനെ 30-40 km/h ഓടുക. അതായിട്ട് കുക്കുറയിൽ എങ്ങനെ പിടിച്ചിരിക്കുന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്. അപ്പോ അവിടെ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റാക്ഡ് ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡ് വരുമ്പോ ആ ഒരു മിഡ്ഫീൽഡ് ബാറ്റില് ഞാൻ ഈ ഇടത്ത് പറഞ്ഞ പോലെ തന്നെ ഒരു സ്ട്രെങ്ത്തിന്റെ അഡ്വാൻറ്റേജ്, ഒരു ആൾബലത്തിന്റെ അഡ്വാൻറ്റേജ് ജർമ്മനിക്കായിരിക്കും. പക്ഷെ സ്റ്റിൽ ഞാൻ പറയുന്നു അവിടെ ഒരു ഗെയിം ചേഞ്ചർ റോള് വരാൻ ചാൻസ് ഫാബിയൻ ലൂയിസിന്. ഐ വോട്ട് ഫോർ ഹിം ആസ് മൈ മാൻ ഓഫ് ദി മാച്ച്. പിന്നെ ഈ ടൂർണമെന്റ് തന്നെ എടുത്തു നോക്കിയാൽ എന്താ ജമാൽ മുസിയോ എല്ലാം എന്താ 1-1-1 അത്രയും ബേസ്റ്റ് ചെയ്ത് പ്ലേയേഴ്സിനൊക്കെ ഡ്രിബിൾ ചെയ്ത് പോകാൻ പറ്റുന്ന വേറൊരു പ്ലെയർ ഇല്ലെന്ന് തോന്നുന്നു ആ മിഡ്ഫീൽഡിലൊക്കെ. അപ്പോ ഈ കളിയിൽ ഫർദീൻ ആരെയാണ് ഉറ്റുനോക്കുന്നത്? ഞാൻ എന്റെ അഭിപ്രായത്തിൽ ഈ മാച്ചിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പ്ലെയർ രോഹിത് പറഞ്ഞ ഇൽക്കൈ ഗുണ്ടോഗനാണ്. പുള്ളിയുടെ ഡൈനാമിക്സ് ആണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. പുള്ളിക്കില്ല ഒരു അറ്റാക്കിംഗ് സെൻട്രൽ മിഡ്ഫീൽഡിനോട് എല്ലാ ക്വാളിറ്റീസും പുള്ളിക്കുണ്ട്. അദ്ദേഹം കളിച്ച കോച്ചസിന്റെ മികവായിരിക്കാം മോൾഡ് ചെയ്തെടുത്ത ഗാർഡിയോള, ക്ലോപ്പ് പോലുള്ള. ഗാർഡിയോളയുടെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു ഇൽക്കൈ ഗുണ്ടോഗൻ. അദ്ദേഹത്തെ മിസ് ചെയ്തു ലാസ്റ്റ് സീസൺ കുറെ മാച്ചസ്. കാരണം ഫസ്റ്റ് ഹാഫ് ഓഫ് സീസണിൽ സിറ്റിക്ക് ഒരു മിഡ്ഫീൽഡർ ഗുണ്ടോഗൻ റോളിലുള്ള പ്ലെയറിനെ ഡിബ്രോണിന്റെ അഭാവത്തിൽ ഫില്ല് ചെയ്യാൻ കുറെ പാടുപെട്ടിരുന്നു. അതുകൊണ്ടാണ് ഫസ്റ്റ് സീസണിൽ ലിവർപൂളും അർസനലും ഒക്കെ അഡ്വാൻറ്റേജ് എടുത്തത്. അതുകൊണ്ട് ഈ ഗുണ്ടോഗനെ ക്യാപ്റ്റൻ, ഈ നാഗൽസ്മാൻ ന്യൂയറിനെ മാറ്റി ഗുണ്ടോഗനെ ക്യാപ്റ്റൻ ആക്കാനുള്ള കാരണം തന്നെ അദ്ദേഹത്തിന്റെ എന്താ പറയുന്നത് ഗെയിമുകളുടെ ഇൻഫ്ലുവൻസ് ആണ്. പുള്ളി ക്രിയേറ്ററും ആണ്. ഷോട്ട്സ് എടുക്കും, സ്ട്രൈക്കർ ഫാൾസ് നയന് പൊസിഷൻ ഉണ്ടാവും. അല്ല ഏത് പൊസിഷനിൽ ഫ്രീ റോം മാച്ചിൽ പുള്ളിയെ ഫ്രീ റോം റോളിൽ ഇട്ടാൽ പുള്ളിക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും എതിരാളികളെ. മുസിയാലേക്കാളും ക്രൂസിനേക്കാളും ലവഡിനേക്കാളും ഏറ്റവും ക്രൂഷ്യൽ ആയ പ്ലെയർ ഇൽക്കൈ ഗുണ്ടോഗനാണ്. ഗുണ്ടോഗന് ഫോം ആയാൽ പിന്നെ എന്തോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ റോഡ്രിയാണ് എതിര് വരുന്നത്. റോഡ്രിക്ക് ഏറ്റവും വലിയ തലവേദന ആകുന്നത് ഗുണ്ടോഗൻ തന്നെയാണ്. കാരണം ഈ മുസിയാല വേർഡ്സ് പറഞ്ഞാലും രോഹിത് പറഞ്ഞ പോലെ ഇൻവേർട്ടഡ് വിങ്ങേഴ്സ് പോലെ അവർ കളിക്കും. അപ്പോ റോഡ്രിക്ക് ആ ഒരു ഡ്യൂട്ടി കൂടി ഉണ്ടാവും. അതിനിടയ്ക്ക് ഗുണ്ടോഗനെ ശ്രദ്ധിക്കാതെ പോയാൽ ഗുണ്ടോഗന് എന്താ പറയുന്ന അൺലീഷ് ചെയ്തിരുന്ന ചാൻസസ് ക്രിയേറ്റ് ആക്കും, അല്ലെങ്കിൽ ഗോൾ അടിക്കാൻ ചാൻസ്. അതുകൊണ്ട് ഗുണ്ടോഗനായിരിക്കും എനിക്ക് തോന്നുന്നത് സ്റ്റാർ ഓഫ് ദ മാച്ച് അടുത്ത മാച്ചിൽ. ഒബ്വിയസ്ലി എന്റെ ഒരു N20 ബാറ്റിലായിരിക്കും. എന്നാലും നമുക്ക് ഞാൻ എഡ്ജ് കൊടുക്കുന്നത് ജർമ്മനിക്കാണ്. ചെറിയ മാർജിൻ, ഒരു ഗോൾ 2-1 ആ ഒരു മാർജിനിൽ ജർമ്മനി ജയിക്കാനാണ് സാധ്യത. ഡെത്ത് എന്റെ ബെറ്റും ഗുണ്ടോഗനാണ്. ഗുണ്ടോഗന് വേറൊരു പറയാനുള്ള കാരണം ജർമ്മനിക്ക് കുറച്ചുകൂടെ പേസിന്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. ലൈക്ക് അവരുടെ ഡിഫൻഡേഴ്സ് ആയിക്കോട്ടെ, അറ്റാക്കേഴ്സ് ആയിക്കോട്ടെ. സ്പെയിനിന് ബാക്ക് ഫോറിൽ നോക്കുമ്പോൾ കർവാഹാലും കുക്കുലേറെ മാത്രമേ പേസി പ്ലേയേഴ്സ് ആയിട്ടുള്ളൂ. ഒരു പരിധി വരെ അവർക്ക് പേസ് ഉള്ളൂ. പക്ഷെ സെന്റർ ബാക്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ രണ്ടാളും വളരെ സ്ലോ ആണ്. കഴിഞ്ഞ ജോർജിയന്റെ കളി നമ്മളത് കുറെ കണ്ടതാണ്. പല അറ്റാക്സിലും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഡിഫെൻഡ് ചെയ്യാൻ. അത് എങ്ങനെയൊക്കെയോ ഭാഗ്യം കൊണ്ടൊക്കെ രക്ഷപ്പെട്ടെ. പിന്നെ ഫസ്റ്റ് ഒരു ഓൺ ഗോൾ വന്നത് നമ്മൾ കണ്ടില്ലേ. അത് പ്യുവർ ലാക്ക് ഓഫ് പേസിന്റെ അവയർനെസിന്റെ ഒരു പ്രശ്നമാണ്. സോ ഗുണ്ടോവൻ ഈ ഒരു സെന്ററിൽ കിടന്ന് സ്ട്രൈവ് ചെയ്യാൻ പറ്റുന്ന പ്ലെയറാണ്. ഒരു ഫ്രീ റോളാണ് ഗുണ്ടോവൻ ജർമ്മനിയിൽ ഉള്ളത്. ആ ഒരു സ്പേസ് വെച്ചിട്ട് അയാൾക്ക് ലൈൻ ബ്രേക്കിംഗ് പാസസ് വെക്കാൻ പറ്റും. അതില് റിറ്റ്സ് ആയിക്കോട്ടെ, സാനെ ആയിക്കോട്ടെ, മുസിയാൽ ആയിക്കോട്ടെ, ഈവൻ ഹാവാർഡ്സും ഓടിക്കേറും. കാരണം അടിപൊളിയായിട്ട് അവയർനെസ് ഉള്ള പ്ലേയേഴ്സ് അവർക്കൊക്കെ.
ആ ഒരു ബലത്തില് ജർമ്മനിക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ലമീനെ നിക്കോനെ ഒരു പരിധി വരെ ഇവർ കൺട്രോൾ ചെയ്ത് വെച്ചാല് സ്പെയിന്റെ അറ്റാക്ക് ഓൾമോസ്റ്റ് ഡൺ ആണ്. അതിപ്പോ പെഡ്രി, ഫാബിയൻ റൂയിസ്, റോഡ്രി ഇവർ എത്ര ചാൻസ് ഉണ്ടാക്കിയെന്നാലും അവിടെ മൊറാട്ടയിലേക്ക് എത്തിക്കണമെങ്കിൽ ഇവർ രണ്ടാളും വിചാരിക്കണം. കാരണം ഇവര് ത്രൂ ആണ് സ്പെയിന്റെ കംപ്ലീറ്റ് അറ്റാക്ക് നടക്കുന്നത്. ആൻഡ് എനിക്ക് തോന്നുന്നത് റൂഡിഗർ, മിച്ചൽസ്റ്റൺ ആൻഡ് കിമിച്ച് ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുള്ള രീതിക്ക് തന്നെ ആയിരിക്കും. കിമിച്ച് കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് റോൾ ആയിരിക്കും നെക്സ്റ്റ് മാച്ച് ഉണ്ടാവുക. ഒരു ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് എന്ന രീതിക്കൊക്കെ ആയിരിക്കും കിമിച്ച് കളിക്കുക. സ്റ്റിൽ ജർമ്മനിക്ക് ഒരു 2-1 എന്നുള്ള സ്കോറിൽ ജയിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ യൂറോയിലെ തന്നെ ഏറ്റവും മികച്ച മത്സരമായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. ഈ വീഡിയോയിൽ നമ്മോടൊപ്പം ജോയിൻ ചെയ്ത റോഹിത്, ഡെത്ത് ആൻഡ് ഫർദീൻ, താങ്ക് യു. Thank you.